കോൺഗ്രസ് വിട്ട മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂർ CPIM-ലേക്കെന്ന സൂചന. CPIM നേതാക്കളുമായി നുസൂർ ചർച്ച നടത്തിയെന്നാണ് വിവരം. ഇതിനിടെ തളിപ്പറമ്പിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന TK ഗോവിന്ദന്റെ ഭാര്യയും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ KP രമണിക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടുക്കുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. കോൺഗ്രസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷമാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂർ കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടത്. തിരുവനന്തപുരത്ത് നഗരസഭയിൽ എല്ലാ കാലത്തും കോൺഗ്രസ് BJP ഡീൽ ഉണ്ടായിട്ടുണ്ടെന്നും ഇത്തവണയും അത് ഉണ്ടെന്നായിരുന്നു ആരോപണം. ഇതിനിടെയാണ് നുസൂർ CPM-മായി ചർച്ച നടത്തിയെന്ന വിവരങ്ങൾ പുറത്തുവന്നത്. CPIM ജില്ലാ സംസ്ഥാന നേതാക്കളുമായി സംസാരിച്ച് ധാരണയിലെത്തിയതായാണ് വിവരം. അടുത്ത ദിവസം തന്നെ CPM പ്രവേശനം ഉണ്ടാകാനാണ് സാധ്യത. CPM മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദന്റെ ഭാര്യയെ KP രമണിക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി ഇന്നുണ്ടായേക്കും. ഇന്നലെ UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രമണി പങ്കെടുത്തിരുന്നു. തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്ന കൺവെൻഷനിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് രമണിയെ മാലയിട്ട് സ്വീകരിച്ചു. ഭർത്താവിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്ന കൺവെൻഷനിൽ ഭാര്യ രമണി എത്തിയത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു KP രമണി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.